ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ഓറഞ്ച് വെച്ചിട്ടുള്ള ടിപ്സാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മൾ ഓറഞ്ച്, ഇപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ സീസണാണില്ലേ, ഈ ഒരു നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഓറഞ്ച് ധാരാളം കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് 2-3 കിലോ ഒക്കെ ഓറഞ്ച് 100 രൂപയ്ക്ക് കിട്ടും. നമ്മളപ്പോൾ ഓറഞ്ച് മേടിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലി ഇതുപോലെ വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓറഞ്ച് തൊലി വെച്ച് നമ്മുടെ വീട്ടിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ സ്കിന്നിനൊക്കെയാണ് ഓറഞ്ചിൻ്റെ തൊലി യൂസ് ചെയ്യുന്നത്. അതുപോലൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു വലിയ പരിഹാരമാണ് ഈ ഓറഞ്ച് തൊലി എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഈ 2-3 ഓറഞ്ചിൻ്റെ തൊലി എടുത്തതിന് ശേഷം നമുക്കൊന്ന് എന്താണ് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഓറഞ്ചിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊക്കെ ചെറിയ ചെറിയ പീസാക്കി ഒന്ന് നമ്മുടെ ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസറായിട്ടും ജൈവ കീടനാശിനിയായിട്ടും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഈ ഓറഞ്ച് യൂസ്ഫുള്ളാണ്. അതുപോലെ ഇതിനകത്ത് ധാരാളം സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ നൈട്രജൻ, ഫോസ്ഫറസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക്, പച്ചക്കറിയുടെ വളർച്ചയ്ക്ക്, ഗ്രോത്തിന്, അതുപോലൊക്കെ ചെടികൾ പൂക്കളൊന്നും ഇടാത്ത ചെടികളുണ്ടെങ്കിൽ ധാരാളം പൂക്കളും മുട്ടുകളും ഉണ്ടാവാനും എല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പച്ചക്കറികളിലൊക്കെ പലതരത്തിലുള്ള കീടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയാണ്. അതുപോലൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഫുള്ള് ഞാനിവിടെ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി നിങ്ങൾ പൊടിച്ചെടുക്കുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത് ഉണക്കി വേണം പൊടിച്ചെടുക്കാൻ. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് കഴുകിയെടുക്കണം. നിങ്ങൾക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണക്കാം. ഉണക്കിയ തൊലിയാണെങ്കിലും അതുപോലെ ഉണക്കാത്ത തൊലിയാണെങ്കിലും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഉണക്കിയതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നല്ല പൊടിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തോളം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇനി ഞാനിവിടെ ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, നമ്മുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മളിപ്പം നമ്മുടെ വീടുകളിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ കിച്ചണിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ വലിയ ശല്യമാണ് ഉണ്ടാകാറുണ്ട് ഇല്ലേ. അപ്പോൾ ആ ഒരു ഉറുമ്പ് ശല്യം പോകാനുള്ള ഒരു ടിപ്പാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള എത്രമാത്രം വേണോ അതിൻ്റെ അനുസരിച്ചുള്ള ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കിച്ചണിലുള്ള പാറ്റ, പല്ലി, ഉറുമ്പ്, പ്രത്യേകിച്ച് ഉറുമ്പിനാണ് വളരെയധികം നല്ലത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ശല്യം മാറാനായിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി വളരെ നല്ലതാണ്. മഞ്ഞളുമായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ഐറ്റംസൊക്കെ, നമ്മൾ നോൺ വെജ് ഐറ്റംസൊക്കെ ഇട്ട് കഴിഞ്ഞാലും അതുപോലെ ബേക്കറി ഐറ്റംസൊക്കെ വീടിനുള്ളിൽ പോയാലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാറുണ്ടല്ലേ. അപ്പം നമ്മളിതുപോലെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം എവിടെയൊക്കെയാണോ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം, അതുപോലെ മഞ്ഞൾപ്പൊടി ആണെങ്കിലും ഉറുമ്പിനെ നശിപ്പിക്കാൻ വളരെയധികം നല്ലതാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെയൊക്കെ തന്നെ ഈ ഒരു സ്മെല്ല് കൊണ്ട് പല്ലിയൊക്കെ വരാൻ, രാത്രി കാലങ്ങളിൽ പല്ലിയൊക്കെ വരാനും വളരെ പല്ലി അങ്ങനെ വരത്തില്ല. പല്ലിയൊന്നും ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് വരത്തില്ല. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു നുള്ളു ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് മതി. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള, പല്ല് തേക്കാൻ ആവശ്യത്തിനുള്ള അന്നേരത്തെ യൂസിന് മാത്രം എടുക്കണം. അത്രയുള്ള കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഉപ്പും ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നമ്മൾ ഇത് പേസ്റ്റ്, നമ്മൾ ഏത് പേസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പേസ്റ്റിൻ്റെ കൂടെ ഇതുകൂടെ മിക്സ് ചെയ്ത് നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ പല്ല് തേച്ചാലും ചിലരുടെ പല്ല് ഒരു വെളുപ്പ് നിറവില്ല, ഒരു മഞ്ഞിച്ചവും അതുപോലെ കറുത്ത അഴുക്ക് പിടിച്ചും കറ പിടിച്ചും ഒക്കെ ഇരിക്കാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു കറയൊക്കെ പോയി പല്ലിൻ്റെ ആ ഒരു മഞ്ഞ നിറമൊക്കെ പോയി പല്ലിന് നല്ലൊരു കളറ് കിട്ടാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റിൻ്റെ കൂടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരാഴ്ച ആകുമ്പോഴേക്കും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. വായിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും, എന്തെങ്കിലും ചീത്ത മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും നല്ല നല്ല ലോഷൻ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്താലും നമ്മുടെ ടോയ്ലറ്റിനുള്ളിൽ നിന്ന് ഒരു പ്രത്യേക സ്മെല്ല് ചില സമയങ്ങളിൽ വരാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ടോയ്ലറ്റിൽ നിന്നുള്ള ആ ഒരു സ്മെല്ല് മാറാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്കിതെല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് കർപ്പൂരമാണ്. ഇതുപോലെ ഒരു പാക്കറ്റ് കർപ്പൂരത്തിൽ നിങ്ങൾക്ക് 2 or 3 എത്ര വേണേലും കർപ്പൂരം എടുക്കാവുന്നതാണ്. അതിൽ ഫസ്റ്റിൽ നമ്മൾ ഈ ഓറഞ്ച് തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന ഒന്ന് എടുക്കുക. ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് കർപ്പൂരമാണ് വേണ്ടത്. ഞാനിവിടെ 1 കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 or 3 കർപ്പൂരം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ കർപ്പൂരം നന്നായിട്ട് പൊടിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് പൊടിക്കാൻ പറ്റും. നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഈ ഒരു ഓറഞ്ച് തൊലിയുടെ അകത്തേക്കൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓറഞ്ചിൻ്റെ തന്നെ ഇതുപോലൊക്കെ കുറച്ച് വലിപ്പമുള്ള ഒരു തൊലി എടുക്കുക. തൊലി എടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഓറഞ്ച് തൊലിയുടെയും അതുപോലെ തന്നെ ആ ഒരു കർപ്പൂരത്തിൻ്റെയും കൂടെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇച്ചിരി കുറച്ചുകൂടെ വലിപ്പമുള്ള ഓറഞ്ച് തൊലിയാണെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ടോയ്ലറ്റിലൊന്ന് വെച്ച് കൊടുക്കാം. ടോയ്ലറ്റിൻ്റെ ആ ഒരു ജനൽ ഭാഗം ഉണ്ടല്ലോ, താഴെയൊക്കെ നമ്മൾ വെക്കരുത്, കർപ്പൂരമല്ലേ. അത് കാരണം നമ്മൾ ടോയ്ലറ്റിൻ്റെ ആ ഒരു അടുത്ത ഭാഗത്തൊന്നും വെക്കരുത്. ഇതേപോലൊക്കെ ജനലുണ്ടെങ്കിൽ ജനലിൻ്റെ ഒരു സൈഡിൽ മുകളിലായിട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരാഴ്ചയോളം നമുക്ക് നല്ല സ്മെല്ലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ടോയ്ലറ്റിനുള്ളിൽ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി അതുപോലെ പല്ലി പാറ്റയൊക്കെ നമ്മുടെ ടോയ്ലറ്റിൽ വരുവാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് അതൊന്നും വരത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മൾ 1-2 സ്പൂൺ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 സ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നിറച്ച് വെള്ളവും കൂടി ഒഴിച്ചു വെക്കാം. കണ്ടില്ലേ, ഞാനിവിടെ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 ദിവസം ഒന്ന് അടച്ചൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിതെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിത് കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ട് ഒരു 3 ദിവസം ആയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത്രയും വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏകദേശം 1 ഗ്ലാസ് 1.5 ഗ്ലാസോളം വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ 3 ഇരട്ടി വെള്ളവും കൂടി ഇതിലേക്ക് നമ്മൾ ചേർക്കാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വലിയ കുപ്പിയാണ്. ഞാൻ ഇതൊരു ചെറിയ ബോട്ടിലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാനെടുത്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ടിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചെടികളിലും അതുപോലെ പ്രത്യേകിച്ച് റോസാ ചെടികളിലാണ് നമുക്ക് വളരെയധികം യൂസ്ഫുള്ള ചെടി മുരടിച്ച് പോകുന്നതും അതുപോലെ പൂക്കാത്തതും കായ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ള റോസാ ചെടി, പച്ചക്കറി, അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഇലയൊക്കെ നശിപ്പിച്ച് വാടി പോകുന്നു, ഫംഗസ് ബാധ ഉണ്ടാകുന്നു. അതിനെല്ലാം വളരെ നല്ലതാണ്. ഇലകളിലും ചുവട്ടിലും ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആഴ്ചയിൽ 1 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്താൽ മതി. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇതേപോലെ നമ്മൾ റോസാ ചെടിയിലും പൂക്കളിലും ഇലകളിലും തണ്ടുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിലും ഒക്കെ ഇതുപോലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. പച്ചക്കറി ഉണ്ട്, അതിന് നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മുരടിച്ച് പോയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതേപോലെ തന്നെ മുളകും തൈ കണ്ടില്ലേ, ഒരു 4-5 പ്രാവശ്യം നമുക്ക് മുളക് കിട്ടിയതാണ്. വീണ്ടും മുരടിച്ച് പോയപ്പോൾ ഞാനിതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ആ ഒരു വെള്ളം ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷാമ്പൂ, ഒരു 1-2 കർപ്പൂരവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുവാണെങ്കിൽ പല്ലി, പാറ്റ, ഉറുമ്പ്, പ്രാണികളെ, കൊതുക് ഇതിൻ്റെ എല്ലാ ശല്യം പോവും. ഒരു കർപ്പൂരവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് ബാക്കി ബാലൻസ് വരുന്നതൊക്കെ കുട്ടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉറുമ്പും എല്ലാം ഈ ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലോഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഓറഞ്ചിൻ്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു സ്മെല്ലായിരിക്കും റൂമിലൊക്കെ. അതേപോലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കൊണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആവുകയും ചെയ്യും. അതുപോലൊക്കെ തന്നെ ഈ ഒരു ഫംഗസ് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകാനും, അണുക്കളൊക്കെ നശിച്ചു പോകാനും, അതുപോലെ ഉറുമ്പൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊക്കെ ഒരു തുള്ളി നിങ്ങൾ ഇതിലേക്കൊന്ന് ഒഴിച്ച് ക്ലീൻ ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വളരെ ഈ ടിപ്സൊക്കെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരു പൈസ പോലും ചിലവില്ലാത്ത ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.